ആലപ്പുഴ നഗരത്തിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ആലിശ്ശേരി സക്കറിയ ബസാർ മേഖലകളിലെ പ്രചാരണ ബോർഡുകളിലാണ് നശിപ്പിച്ചത്. CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. ഇന്ന് രാവിലെയാണ് ഈ ആലപ്പുഴ നഗരത്തിൽ പ്രധാനമായും ആലിശ്ശേരി സക്കറിയ ബസാർ മേഖലകളിൽ UDFന്റെ ഫ്ലക്സ് ബോർഡുകൾ KC വേണുഗോപാലിന്റെ വലിയ ബാനറുകൾ അത് കീറിയിട്ടുണ്ട്. പോസ്റ്ററുകൾ കീറിയ നിലയിലാണ്. അങ്ങനെ പലയിടങ്ങളിൽ നഗരങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരത്തിലെ ഏൻപുരത്ത് 2 ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെയും ഫ്ലക്സ് ബോർഡുകൾ കീറിയത്. അവിടുത്തെ വാർഡ് കൗൺസിലർ UDFന്റെ കൗൺസിലർ കളക്ടർക്ക്, ഭരണാധികാരി കൂടിയുള്ള കളക്ടർക്ക് പരാതി കൈമാറിയിരുന്നു. മനഃപൂർവ്വമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ CPIM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ച് യാതൊരു തെളിവോ അല്ലെങ്കിൽ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുക്കാനോ അന്വേഷണം നടത്തി ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ CPIM പ്രവർത്തകർ ഇത് നിഷേധിക്കുകയാണ്. ഇന്നലെ വലിയ പ്രശ്നമുണ്ടായി. ഇന്നലെയും KC വേണുഗോപാലിന്റെ പ്രചരണാർത്ഥം ഇന്നലെ ആലപ്പുഴ വളഞ്ഞ വഴിയിൽ ഒരു തെരുവ് നാടകം സംഘടിപ്പിച്ചു. തെരുവ് നാടകത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും സർക്കാരിനെയും അവഹേളിക്കുന്നു എന്ന് കാണിച്ച് അവിടെ CPIM പ്രവർത്തകർ അവിടെ എത്തി നാടകം തടസ്സപ്പെടുത്തി. അത് UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമായി മാറി. പിന്നീട് അമ്പലപ്പുഴയിൽ നിന്നും പുന്നപ്പറയിൽ നിന്നും പോലീസ് എത്തി ലാത്തി വീശിയാണ് UDFന്റെയും LDFന്റെയും പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയത്. അതിന് പിന്നാലെയാണ് ആലപ്പുഴ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകളും ബാനറുകളും കീറിയ നിലയിൽ കണ്ടെത്തി. ഇതിനെതിരെ ഇനിയിപ്പോൾ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് UDF പ്രവർത്തകർ അറിയിക്കുന്നത്. SK. താങ്ക് യു മനീഷ് മഹിപാൽ. ഇത്തരം നടപടികൾ ഇല്ലാതിരിക്കുകയാണ്. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉത്സവം കൂടുതൽ സൗന്ദര്യമുള്ള ജനാധിപത്യ ഉത്സവമാക്കി മാറ്റാൻ എല്ലാവരും യത്നിക്കണമെന്നാണ് 24 പറയാനുള്ളത്.